ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായ മെഹന്തി ഏണിംഗ് ടിപ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതെന്തായാലും കാണണം, മറക്കരുത് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിൽ നമുക്ക് ഈസി ആയി തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണണം. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണും. നിങ്ങളുടെ ഏണിംഗ് ജേണി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 3 ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ടൈ അപ്പ് ചെയ്യുക. അതായത് നമ്മുടെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ മെഹന്തി സർവീസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഓർഡർ വരുവാണെങ്കിൽ പറയണമെന്ന് പറയുക. നമുക്ക് കമ്മീഷൻ ബേസിക്കിൽ വർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഫാസ്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് കരുതി ഭയങ്കര സ്പീഡൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള സ്പീഡ് കൂട്ടി നമ്മൾ ഡിസൈൻ ചെയ്യാൻ നോക്കണം. സിമ്പിൾ മെഹന്തി ഇട്ട് നമ്മൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കോൺ കൺട്രോൾ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. സെയിം ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സ്പീഡ് കൂട്ടാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഏഴാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള മെഹന്തി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതായത് നല്ല സ്റ്റെയിൻ കിട്ടുന്ന മെഹന്തി ആയിരിക്കണം. അപ്പോൾ ക്ലയൻറ്റ് ഒരുപാട് ഹാപ്പി ആകും. പിന്നെ പിന്നീടുള്ള ഫംഗ്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓർഡർ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺ നമുക്ക് തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്താൽ കോണിൻ്റെ എമൗണ്ട് പോലും നമുക്ക് പുറത്തു പോകുന്നില്ല. അപ്പോൾ നമ്മൾ കോണിൻ്റെ കാര്യം ഒരുപാട് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് നല്ല സ്മൂത്തായിട്ടും നല്ല സ്റ്റെയിനും നമുക്കതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല്, സ്പീഡ്, ക്ലീൻ ഡിസൈൻ, ഇത്രയും നമ്മൾ നോക്കിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക് കിട്ടും, ക്ലയൻസിനെയും കിട്ടും, ഒപ്പം മണിയും വരും. ഇതാണ് നമ്മളുടെ 7 ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. തുടക്കത്തിൽ തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഒന്ന് കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് തുടങ്ങി കുറച്ച് ആളുകളിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.